സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോണത് മസിനക്കൊടിയിലാണ്. മസിനക്കൊടി കാള പറഞ്ഞൊരു 30 വയസ്സായ ഒരു കാളുണ്ട്, അമ്പലക്കാള. അതിനെ കാണാൻ വേണ്ടി പോവാണ്. പോണ വഴിക്ക് നല്ല റോഡ് കൂടെ നടക്കാൻ നല്ല ഉടലിലൂടെ കൂടെ നല്ല കാഴ്ചയുണ്ട്. ചായത്തോട്ടത്തിൻ്റെ സൈഡ് കൂടെ നടക്കാൻ നല്ല പശുക്കൾ ഇങ്ങനെ തിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാഴ്ച. അങ്ങനെ നമ്മൾ മുതുമല കാട്ടിലെത്തി. അപ്പോൾ മുതുമല കാട്ടിൽ കൂടെ അങ്ങനെ പോയി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല കാഴ്ച, നല്ലൊരു ബോർഡും ആനയും കുട്ടികളൊക്കെ നല്ലൊരു ബോർഡ്. ചെക്ക് പോസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു വീട്, ചെറിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളുണ്ട് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. നല്ല കാഴ്ചയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിന് കുളിർ അണിയുന്നൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. കുറച്ചങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറച്ച് പോത്തുകളും എരുമകളും, സാധാ വളർത്തുന്ന പോത്തുകളും എരുമകളും റോട്ടിൻ്റെ വക്കലും ഇങ്ങനെ തിന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ വീടുകളിൽ വളർത്തുന്ന പോത്ത് എരുമകളാണ്, കാട്ടുകൂടെ തിന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞത്. കുറച്ചങ്ങനെ പോയപ്പോൾ നല്ല മാൻകൂട്ടം, റോഡ് സൈഡിൽ നല്ല പുള്ളി മാൻകൂട്ടം ഇഷ്ടം പോലെ, 100കണക്കിന് മാൻകൂട്ടുണ്ട്. ടൂറിസ്റ്റുകൾ കാറുകളൊക്കെ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗി കേട്ടോ. കുറേ മാനുകൾ കാണുമ്പോൾ തന്നെ ഭംഗിയായി. അങ്ങനെ കുറച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാട്ടിപ്പോത്തിൻ്റെ കൂട്ടങ്ങൾ, ഒരു നല്ലൊരു കാഴ്ച. ഇത്രത്തോനെ കാട്ടിപ്പോത്ത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. എന്തൊക്കെ സൈസ് സാധനം എന്നറിയോ, ഒക്കെ നിൽക്കണുണ്ടോ, എന്താ സൈസ് പോത്തും കുട്ടികളും, പിന്നെ പെൺപോത്തും ആൺപോത്തും, ഒരുപാട് പോത്ത്. എത്ര കാട്ടിപ്പോത്ത് നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറക്ക് കിട്ടാതെ കുറേ കിടക്കുന്ന ഉള്ളിലുണ്ട്. ക്യാമറ കിട്ടുന്ന കുറച്ച് കാര്യം റോഡ് പക്കത്തിൽ സാധനങ്ങൾ മാത്രമേ ക്യാമറ കാണുള്ളൂ. എന്നിട്ട് ഫാമിലി അത് കിടന്നതാണ് കേട്ടോ. ആ കുട്ടിക്കടക്ക് കാട്ടിപ്പോത്ത് കുട്ടിക്ക് പാൽ കൊടുക്കണുണ്ടോ, നല്ല രസമെല്ലാം കഴിച്ച് ഫാമിലി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ എന്തോ ഒരു രസം എന്നറിയോ. റോഡ് സൈഡിൽ കേട്ടോ, വണ്ടി നിർത്താൻ വേണ്ടി ഡേഞ്ചറാണ്. അത് നമുക്ക് കാണാൻ നല്ല വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ട് ഒരു കാട്ടാന നിൽക്കുന്നുണ്ട്, അടിപൊളി കാട്ടാന. കുറച്ച് ദൂരത്താണ് നമ്മൾ, പിന്നെ കുറച്ച് ദൂരത്താണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആൺമയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മസിനക്കൊടി എത്താനായിട്ടുണ്ട്. നമ്മൾ മസിനോടെ അവിടെ പാലത്തും എത്തി. അപ്പോൾ അത് നല്ല കാഴ്ച. ഒക്കെ ടൂറിസ്റ്റുകൾ കേട്ടോ. കൂടുതൽ കേരള വണ്ടിയുണ്ട്, കർണാടക വണ്ടിയുണ്ട്, പിന്നെ തമിഴ്നാടാകുമ്പോൾ തമിഴ്നാട് വണ്ടി സ്വാഭാവികം ഉണ്ടാവുമല്ലോ. ഒരു പാലം, അതിൻ്റെ അടിയിൽ പുഴയൊക്കെ വെള്ളമൊക്കെ കെട്ടി ഇറക്കുന്ന ചെറിയ പുഴയും പാലൊക്കെ പാടുള്ള സ്ഥലം. അല്ല കാണാൻ നല്ല ഭംഗിയെടുത്ത് അതൊക്കെ വീഡിയോസ് എടുത്താണ്. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ടൗണിലൊക്കെ നല്ല മസിനക്കൊടി കാളകളൊക്കെ തിന്ന് പുല്ലൊക്കെ തിന്നൊക്കെ. അത് പിന്നെ കാളെ പിടിച്ച് എന്താണ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അവർ. കാട്ടുകൂടെ ഇറങ്ങിയതും തോന്നുന്നു. പിന്നെ അമ്പലത്തിൽ ഉത്സവമൊക്കെയാണ്, അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട്. അമ്പലക്കാലത്തെ കാളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഒരു ടൗണിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ അമ്പലത്തിൻ്റെ കൂടെ അന്വേഷിച്ചപ്പോൾ കുറേ മൂലികളും അതുപോലെ തന്നെ പശുക്കളൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാഴ്ച കേട്ടോ. അമ്പലത്തിലൊക്കെ നമ്മൾ അന്വേഷിച്ചിറക്കാം കേട്ടോ. പിന്നെ കുറച്ച് നടന്നപ്പോഴാണ് നമ്മുടെ 30 വയസ്സുകാരൻ അങ്ങനെ അന്വേഷിച്ച് നടക്കട്ടെ കംപ്ലീറ്റ്. അവിടെ ഒന്നും കാണില്ല അമ്പലക്കാളിനെ. കുറേ ആൾക്കാരൻ അവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ടല്ലോ, കുറേ തിരഞ്ഞടന്ന്. അങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് മസിനക്കൊടി ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലൊരു വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ബാക്കിൽ ഇതാണ് നമ്മുടെ താരം, 30 വയസ്സായ കാള. കഴുത്തിൽ കുടമോനൊക്കെ കെട്ടിങ്ങനെ നടക്കുക. അത് നടക്കാൻ കഴിയില്ല കേട്ടോ. 30 വയസ്സിൻ്റെ മേലുണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രായമുള്ള ആൾക്കാർ പറഞ്ഞത് അതിന് മേലുണ്ടാവും. 30 വർഷമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു അമ്പലത്തേക്ക് കൊടുത്ത കാളയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടൗണിൽ കൂടെ ഒക്കെ നടന്ന് തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. കണ്ടൊരു ആരും പാസ്സാകാതെ ആരും ഒന്നും കാട്ടുന്നില്ല, എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര